ഹായ് ഓൾ, വെൽക്കം ടു ലേൺവൈസിലേക്ക് ഏവർക്കും സ്വാഗതം. ലേൺവൈസിലെ എല്ലാ ലേണേഴ്സിനും അതുപോലെ തന്നെ ഇഗ്നുവിൽ നിന്ന് വ്യത്യസ്ത കോഴ്സുകൾ ചെയ്യുന്ന ഓരോ ലേണർക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട രീതിയിലുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഈ അപ്ഡേറ്റ് വന്നിരിക്കുന്നതാവട്ടെ കേരള ഹൈക്കോർട്ടിന്റെ ഭാഗത്തു നിന്നും. സോ ഒട്ടും സമയം കളയാതെ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള ഹൈക്കോർട്ടിന്റെ ഭാഗത്തുനിന്ന് ജൂൺ 17-ാം തീയതി വന്നിട്ടുള്ള ഈ ഒരു വിധിയെ പറ്റിയായിരിക്കും. സോ ലേൺവൈസ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, സെഷൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ടും ലേൺവൈസ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകളെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുക. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. കഴിഞ്ഞ ജൂൺ 17-ാം തീയതി കേരള ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് തന്നെ പാസ്സാവുകയുണ്ടായി. ഈ ജഡ്ജ്മെന്റിൽ പറയുന്നത് എന്തെന്നാൽ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സെൻട്രൽ ഗവൺമെന്റ് തന്നെ നേരിട്ട് സ്ഥാപിച്ചിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള IITs, NITs, IISc, സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, പിന്നെ നമ്മുടെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അഥവാ ഇഗ്നു പോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങുന്നവർക്ക് കേരളത്തിൽ മറ്റ് ജോലികൾക്കും അതുപോലെ മറ്റ് കോഴ്സുകൾ കണ്ടിന്യൂ ചെയ്യുന്നതിനും തുല്യതാ സർട്ടിഫിക്കറ്റ് അഥവാ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതില്ല, അല്ലെങ്കിൽ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് കേരളത്തിലെ ഒരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുക്കേണ്ടതില്ല എന്നുള്ളൊരു വിധിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്. അതായത് മുമ്പെല്ലാം തന്നെ നമ്മൾ കേരളത്തിലെ തന്നെ വ്യത്യസ്ത സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും അത് പല യൂണിവേഴ്സിറ്റികളും വെച്ച് പുലർത്തുന്നുമുണ്ട്. നമ്മളിപ്പോൾ കേരള യൂണിവേഴ്സിറ്റി പഠിച്ചു കഴിഞ്ഞാൽ ചില കോഴ്സുകൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വരുമ്പം ഈക്വലൻസി സബ്മിറ്റ് ചെയ്യാൻ പറയും. അതേപോലെ IIT എന്ന് പഠിച്ചു വരുന്നവരായാലും രാജ്യത്തെ ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് IITs. IITസിൽ നിന്ന് വ്യത്യസ്ത കോഴ്സുകൾ കഴിഞ്ഞ് വരുന്നവരോട് കേരളത്തിലെ വ്യത്യസ്ത യൂണിവേഴ്സിറ്റികൾ, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ ഈക്വലൻസി സബ്മിറ്റ് ചെയ്യാൻ പറയാറുണ്ട് പല ആവശ്യങ്ങൾക്കായിട്ട്. അപ്പം ഇനി മുതൽ സെൻട്രൽ ഗവൺമെന്റിന്റെ സ്വന്തം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ UGCയുടെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് നടന്നു വരുന്ന സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള IITs, NITs, IISc, IIST, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ടെക്നോളജി, അതുകൂടാതെ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾക്കും ഇഗ്നുവിൽ നിന്നുമൊക്കെ തന്നെ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച്, ലേണേഴ്സിനെ സംബന്ധിച്ച് ജോലിക്കായാലും അതുപോലെ തന്നെ മറ്റ് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായാലും ഈക്വലൻസി കേരള സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളുടെ ഭാഗത്തുനിന്ന് എടുക്കേണ്ടതില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടതില്ല എന്നുള്ളൊരു വിധിയാണ് വന്നിരിക്കുന്നത്. ഹരിശങ്കർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ഈ കേസ് വരാൻ കാരണമായത് പറഞ്ഞിരിക്കുന്ന പെറ്റീഷണർ ഹരിശങ്കർ ഇഗ്നുവിൽ നിന്ന് ഗാന്ധി ആൻഡ് പീസ് സ്റ്റഡീസ് എന്നുള്ള വിഷയത്തിൽ MA കരസ്ഥമാക്കിയിരുന്നു. അങ്ങനെ MA കരസ്ഥമാക്കിയ ലേണർ, അതായത് ഹരിശങ്കർ, അദ്ദേഹം സെറ്റ് എഴുതി ക്ലിയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരോട് ഈ പറഞ്ഞിരിക്കുന്ന കോഴ്സിൽ ഈക്വലൻസി സബ്മിറ്റ് ചെയ്യാൻ പറയുകയായിരുന്നു. അതായത് ഇഗ്നു നൽകി വന്ന ഒരു കോഴ്സിൽ ഈക്വലൻസി കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സബ്മിറ്റ് ചെയ്യാനാണ് അധികൃതർ ആവശ്യപ്പെട്ടത്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് അദ്ദേഹം കേസിലേക്ക് നീങ്ങുന്നത്. അങ്ങനെ കേസിൽ പോവുകയും ആ കേസ് സംബന്ധിച്ച് വളരെ ശ്രദ്ധേയമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് നിരീക്ഷണങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ഉണ്ടായി. ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന ഈ കേസ് സംബന്ധിച്ചുള്ള ജഡ്ജ്മെന്റിൽ കോടതി എടുത്തു കാണിക്കുന്ന വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ഭാഗമുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: നാഷണലി റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയ അഥവാ സെൻട്രൽ ഗവൺമെന്റ് തന്നെ സ്ഥാപിച്ചിട്ടുള്ള രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസം കൈയാളുന്ന UGC, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ പറയുന്ന രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന UGC അപ്രൂവ് ചെയ്തിട്ടുള്ള കോഴ്സുകൾ മാത്രം കൊടുക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. അത് കൂടാതെ രാജ്യത്തെ തന്നെ ഏറ്റവും ആദ്യം വിദൂര വിദ്യാഭ്യാസം സാധ്യമാക്കിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ എടുത്തു കഴിഞ്ഞാലും അതിൽ ആദ്യ സ്ഥാനങ്ങളിൽ തന്നെ വരുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കൂടിയാണ് ഇഗ്നു. അങ്ങനെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയ UGC അപ്രൂവ് ചെയ്ത കോഴ്സുകൾ മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ഇഗ്നു പോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങുന്നവരോട് ഈക്വലൻസി സബ്മിറ്റ് ചെയ്യാൻ പറയുന്നത്, അല്ലെങ്കിൽ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് കാണിക്കണം അല്ലെങ്കിൽ അത് നേടണം എന്ന് പറയുന്നത് നിലവിലെ ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ തന്നെ ഇല്ലാതാക്കുന്നതിന് തുല്യമാണെന്നാണ് കോടതി ചൂണ്ടിക്കാണിച്ചത്. ഇഗ്നുവിലെ വിദ്യാർത്ഥികളോട് മാത്രമല്ല, മറ്റ് നാഷണലി റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് കാറ്റഗറി വരുന്ന IITs, NITs, IISc, IIST തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളോടും ഈക്വലൻസി സബ്മിറ്റ് ചെയ്യേണ്ടതില്ലെന്ന് ഈ വിധിയിൽ തന്നെ ജസ്റ്റിസ് ദിനേശ് കുമാർ സിംഗ് പറയുന്നുണ്ട്. പെറ്റീഷണറായ ഹരിശങ്കർ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് അഥവാ സെറ്റ് അനുബന്ധിച്ചാണ് കോടതിയിൽ പോയതെങ്കിലും ഈ വിധി സെറ്റിലേക്ക് മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ തന്നെ ഇനി ഇഗ്നുവിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ആരും തന്നെ ഈക്വലൻസി സബ്മിറ്റ് ചെയ്യേണ്ടതില്ലെന്നാണ് കോടതിയുടെ വിധി. ഇഗ്നുവിൽ നിന്ന് നിങ്ങൾ ഓരോരുത്തരും
നേടാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നേടിയിട്ടുള്ള സർട്ടിഫിക്കറ്റിന്റെ മൂല്യം ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വിധിയോടുകൂടി ഈക്വലൻസിയുടെ കാര്യത്തിലും ഏകദേശം വളരെ ഫേവറബിൾ ആയുള്ള ഒരു തീരുമാനം എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും ലഭിക്കാത്ത, എന്നാൽ ഇഗ്നു പോലുള്ള മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാത്രമായിട്ടുള്ള ഒരു ആനുകൂല്യം നമുക്കവിടെ ലഭിക്കുന്നുണ്ട്. വിദ്യാഭ്യാസത്തിനായാലും ജോലിക്കായാലും രാജ്യമെമ്പാടും ഒരുപോലെ വാല്യുബിൾ ആയിട്ടുള്ള, ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് അല്ലെങ്കിൽ ഒരു ക്വാളിഫിക്കേഷൻ ആണ് നിങ്ങൾ ഇഗ്നുയിലൂടെ നേടുന്നത്. ഈ ഒരു വാർത്ത ഇഗ്നുയിൽ നിന്ന് വ്യത്യസ്ത കോഴ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഓൾറെഡി ചെയ്തു കഴിഞ്ഞിട്ടുള്ള, ഇഗ്നുയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് എല്ലാം തന്നെ നേടിയിട്ടുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചും ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അഥവാ ഇഗ്നുയിൽ നിലവിൽ 40 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ടെന്നുള്ളതാണ് കണക്ക്. പോരാത്തതിന് വിദൂര വിദ്യാഭ്യാസം ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിൽ, അതായത് എല്ലാവർക്കും ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. ഇപ്പൊ ചിലർക്ക് റെഗുലർ കോഴ്സ് പോലെ കോളേജിൽ പോയി പഠിക്കാൻ സാധിക്കും. പക്ഷെ ഒരു കുറവുമില്ലാതെ ഡിസ്റ്റൻസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് വേണ്ട കോഴ്സ് ചെയ്യാൻ നിങ്ങളെ ഇനേബിൾ ചെയ്യുന്ന ഒരു ഓപ്ഷൻ ആണ്, അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഇഗ്നു. രാജ്യത്തെ ഏത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ റാങ്കിങ് എടുത്ത് നോക്കിയാലും, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സംബന്ധിച്ച് വരുന്ന ഏത് റിപ്പോർട്ട് എടുത്ത് നോക്കിയാലും അവിടെ ഒന്നാം സ്ഥാനത്ത് നിങ്ങൾക്ക് ഇഗ്നുവിനെ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് ആയി ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഇന്ത്യയിൽ ഇഗ്നു. രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അഥവാ ഇഗ്നു നൽകി വരുന്ന 36ഓളം വരുന്ന കോഴ്സുകൾക്ക് വേണ്ട കോംപ്രിഹെൻസീവ് സപ്പോർട്ട് നൽകുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആണ് ലേൺവൈസ്. ഒരു വിർച്വൽ യൂണിവേഴ്സിറ്റി പോലെ പ്രവർത്തിച്ചിരുന്ന ലേൺവൈസ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്നുണ്ട്. ലേൺവൈസിന്റെ ലേണേഴ്സിന്റെ എക്സ്പീരിയൻസ് അറിയുന്നതിനായിട്ടും ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും അതുപോലെ തന്നെ പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും വീഡിയോസ് കാണുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇഗ്നുവിലെ വ്യത്യസ്ത കോഴ്സുകളെ പറ്റി അറിയുന്നതിനായിട്ടും ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാനും ലേൺവൈസ് എന്താണ് ഓഫർ ചെയ്യുന്നതെന്ന് അറിയാൻ താല്പര്യമുള്ളവരും എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. അതുപോലെ ഇഗ്നു സംബന്ധിച്ചുള്ള എല്ലാ അപ്ഡേറ്റ്സും ലഭിക്കുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വാട്സാപ്പ് ചാനലിന്റെ ലിങ്കും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാൻ സാധിക്കും. അതിലും കയറി ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഒരു അപ്ഡേറ്റും ഇഗ്നു സംബന്ധിച്ചുള്ളതാണെങ്കിൽ എന്തായാലും മിസ്സാവുന്നില്ല എന്നുള്ളത് ഉറപ്പിക്കാൻ സാധിക്കും. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വീഡിയോയുമായിട്ട് മറ്റൊരു ദിവസം കാണാം.